ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. ഇന്നും ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. നിത തിരിച്ചു പോണ ദിവസമാണ്. അവൾ പോണതിൻ്റെ മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അഞ്ഞ് മാളിക്കുന്ന് പോയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കട്ടെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. ചായക്ക് കടി കറി എല്ലാം റെഡിയാക്കണമല്ലോ. അപ്പോൾ രാവിലെ ഒരു കാലിച്ചായയും കുടിച്ചിട്ട് ഇതിനങ്ങോട്ട് ഇറങ്ങിട്ടോ. രാവിലെ എന്ന് പറയാൻ പറ്റൂല, ഞാനങ്ങനെ രാവിലെ തന്നെ അടുക്കളയിൽ കയറില്ല കേട്ടോ. അനുമോനെ മദ്രസിലാക്കും. അപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അകത്തേക്ക് വന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് ഇറങ്ങുള്ളൂ. ഒന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. തലേദിവസം വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കും കൂടിയാണ് കേട്ടോ ചെയ്തത്. പുട്ടിൻ്റെ പാനി അഥവാ ആ കുടം കരിഞ്ഞത് കണ്ടിട്ടൊന്നും തോന്നണ്ട. അത് ഞാനിങ്ങനെ വെച്ച് പോയിട്ട് വെള്ളം കരിഞ്ഞ് പാത്രം കൂടിയും കരിഞ്ഞു പോയിട്ടോ. പിന്നെ അത് ഒഴിവാക്കാൻ തോന്നിയില്ല, പുതിയതായിരുന്നു. അതും പഴയ വരിയിലുണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ. ചിക്കൻ കറി തലേദിവസം ഇത് രാത്രി വെച്ചതായിരുന്നു. ഒരു സിനിമക്ക് പോണതിന് മുന്നേ ഈ ചിക്കൻ കറി വെച്ചിട്ടാണ് ഓള് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ഓല് കഴിച്ചതൊന്നുമില്ല, ഞാനും കഴിച്ചില്ല കേട്ടോ. വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. മോന് മാത്രമേ കഴിച്ചത്. കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ബിരിയാണി കഴിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് തലേദിവസം അത് വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാനും നിധി ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതാ ചിക്കൻ കറിയും പൊട്ടും പിന്നെ അതൊക്കെ പപ്പടവും കൂടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി ഏകദേശം എല്ലാം സെറ്റായപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് കൊടുന്ന് വെച്ചിട്ടോ. പ്ലേറ്റ് 3 വെക്കണോണ്ടൊന്നും തോന്നണ്ട. അനുമോ വന്നാലും ഓനിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. സ്പെഷ്യലായിട്ടുള്ള ഓരോ സ്ഥലങ്ങളുണ്ടാവില്ലേ, നമുക്ക് ഓരോ ഇരിക്കാനും കുടിക്കാനും കഴിക്കാനും ഒക്കെ അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളുണ്ട്. ഓൻ അവിടെ പോയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ അതാ പപ്പടവും കൂടിയും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഓല് എണീച്ച് റൂമിൽ തന്നെയാണ്. മോന് ഇവിടുന്ന് രാവിലത്തെ കഴിച്ചിട്ട് നേരെ മാളിക്കുന്ന് കണ്ടുപോകും. അവിടെ പോയിട്ട് പിന്നെ മാറ്റിയിട്ടൊക്കെയാണ് അവൻ അവിടുന്ന് പോകും ഓഫീസ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിലേക്ക് ഈ പപ്പടം എന്നുള്ളത്. ഞാൻ കറി ഉണ്ടെങ്കിലും പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കൂട്ടിയിട്ട്, പഴം ഉണ്ടെങ്കിൽ പഴം കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ചായ വാർന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ പുട്ട് എന്ന്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പുട്ട്. പപ്പടം പിന്നെ എനിക്കിഷ്ടമുള്ള പോലെ തന്നെ മോനോനും ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് പപ്പടം കൂടിയും പൊരിക്കാൻ വിചാരിച്ചു കേട്ടോ. പൊതുവേ എനിക്ക് ചോറിൽക്കാണെങ്കിലും ഈ പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു 3-4 പപ്പടമൊക്കെ കഴിക്കും. അത്രക്കും ഇഷ്ടമാണ്. പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനും അറിയാം. എനിക്കിഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ പപ്പടം കൂട്ടി ചോറ് കഴിക്കുന്ന ടൈമിൽ. എനിക്ക് ചായയും വേണം കേട്ടോ, കട്ടൻ ചായ. അതും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലാണ് ചായയൊക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചായ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചൂട് പോയി പിന്നെ ചൂടാക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് കിട്ടൂല ചായക്ക്. അപ്പം അങ്ങനെ ഓല് എല്ലാം സെറ്റായി കഴിക്കാനായി എന്നാവുമ്പോൾ ഞാൻ ചായയൊക്കെ റെഡിയാക്കി അതും ടേബിളിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഫുഡ് കഴിക്കാനിരിക്കണതിൻ്റെ മുന്നേ ഓൽക്ക് ഓരോ ചായ കൊടുക്കലുണ്ട്. ഞാനത് നേരത്തെ കുടിച്ചു. ഓൽക്ക് പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. മോന് നീച്ചിട്ടുണ്ടായില്ല. ഫുഡ് കഴിക്കാനിരിക്കണതിന് മുന്നേ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറയുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആ ഇരുത്തത്തിൽ ഓരോ ചായ എടുത്ത് കുടിച്ചു. മോനുവിനെ ഇറങ്ങാനാവുന്ന ടൈമിൽ നമ്മൾ ചായയും കുടിച്ചിട്ട് അങ്ങനെയാണ് ഇറങ്ങാണ്ട ചെയ്യാറ്. അപ്പോൾ നീത ചിരിച്ചത് വേറെ ഒന്നുമല്ല, ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നെ അവിടെ കൊള്ളണില്ല എന്നാണ് പറയുന്നത്. കൊള്ളണില്ല എന്നല്ല, നമ്മൾ കുടുങ്ങി എന്ന് പറയണത്, ഓള് കുടുങ്ങി എന്നാണ് പറയുക. അപ്പോൾ അമ്മ അവിടെ കുടുങ്ങി എന്ന് പറഞ്ഞ് ചിരിച്ചാണ്. അനുമോൻ ഞങ്ങളെ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്രയും ചിരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസവും പുറത്ത് പോയപ്പോൾ മുട്ടായി കൊണ്ടാന്ന് പറഞ്ഞിരുന്നത് മറന്നു വന്നിക്കുകയാണ്. അനുമോനാണെങ്കിൽ കറക്റ്റ് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനുമാമൻ പറയണ രൂപ എങ്ങനെയെന്നുള്ളത്. അതാ ഞാൻ മറന്നുവിടാ എന്ന് പറയുന്നുള്ളത് കറക്റ്റ് അതേപോലെ സംഭവിച്ചതിൻ്റെ ചെറിയാണ് കേട്ടോ ഞങ്ങൾ ചിരിച്ചത്. വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിന്നാലേ എനിക്ക് പോകാൻ നേരം വൈകുമെന്നും പറഞ്ഞാണ്ട് മോന് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും ഇരുന്നു. ആ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും നാവിനൊരു ഒഴിവും ഉണ്ടായില്ല കേട്ടോ. വർത്താനം പറയുന്നതായിരുന്നു. കാരണം എനിക്ക് അങ്ങനെയാണ്, ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനൊരാളോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തി പോകാൻ വേണ്ടിയിട്ട് ആൾ പറയണം. അതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോരോ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തെ ഓരോരോ ഇതുകളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു മോനിനോട്. രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലേ വരുള്ളൂ. ഇതുവരെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. ഓനിക്ക് വേണമെങ്കിൽ ഉച്ചക്കും വരാം കേട്ടോ, അത്രയും അടുത്ത് തന്നെയാണ്. പക്ഷെ ഓനിക്ക് ഭയങ്കര മടിയാണ്. അതായത് ഇത്രയും ദിവസം നിന്ന് തന്നെ അവൻ പറയും ഇത്രയും ദിവസം ഒന്നും നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വിട്ടാൽ വരല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ തന്നെയുള്ളൊരു രസം. ഞാൻ മുൻപത്തെ ഏതൊരു വീഡിയോയിൽ പറഞ്ഞു, 2 വർഷമായി നമ്മൾ ഹൗസ് വാമിങ്ങോ കഴിഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ പെരുന്ന ആരും വന്ന് നിന്നിട്ടൊന്നുമില്ല. ഉമ്മയാണെങ്കിലും ഇതുവരെ അങ്ങനെ വന്ന് നിന്നിട്ടില്ല കേട്ടോ. ഓലിങ്ങനെ പറയും കല്യാണം കഴിച്ച് വിട്ട വരല്ലേ, നമ്മൾ അങ്ങനെ വരാൻ പറ്റൂല, അപ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാനായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി പ്രത്യേകിച്ച് ക്ഷണിച്ച് വിളിച്ചാലും ഇല്ല കേട്ടോ. അങ്ങനെ വിളിച്ചാൽ ഓല് വരും, പക്ഷേ അത് എനിക്കറിയില്ല. ഓലായിട്ട് വന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കി ഇവിടെ ഓലെന്നെ തിന്നണം, അല്ലാതെ എനിക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കാൻ എനിക്ക് കഴിയൂല. അപ്പം അമ്മ പറയും മാളിക്കുന്നിലാണെങ്കിലും ഞങ്ങൾ വെക്കണം, എൻ്റെ കൂടെ ആണെങ്കിലും ഞങ്ങൾ വെക്കണം. പിന്നെ ഇപ്പോൾ എവിടെ വെച്ച് എങ്ങനെ തിന്നാൽ എന്താണെന്ന് വെച്ചിട്ടോ. മോനിതായി ഇറങ്ങിയപ്പോൾ ബൈക്കിൻ്റെ ബാക്കിൽ അനുമോൻ ചാടി കയറിയിരിക്കണു. ഓൻ്റെ കോലം കണ്ടിട്ടാണ് ഞാൻ ഈ കൈകൊണ്ടൊക്കെ കാട്ടുന്നത്. കാരണം ഉറക്കത്തുനിന്ന് നീച്ച പോലെയാണ് കേട്ടോ പോണത്. മദ്രസ വിട്ട് വന്ന് ഏതോ ഒരു ടീഷർട്ട് ഇട്ട് തലയൊന്നും വരാതെ അങ്ങനെ കയറി പോകുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, മുട്ടായിക്കാണ്. പെരയിൽ ആര് വന്ന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഓല ബൈക്കുമ്പോൾ ഉണ്ടാവും. ഒന്നെങ്കിൽ എനിക്ക് മാളിക്കൊന്ന് പോകണം, അല്ലെങ്കിൽ എനിക്ക് മുട്ടായി വാങ്ങണം കേട്ടോ. തലേ ദിവസം കൊണ്ടാത്തിൻ്റെ പരാതി തീർക്കാൻ വേണ്ടി പോവുകയാണ് മോന് പോയി. പിന്നെ ഞങ്ങളെ യുദ്ധങ്ങൾ തുടങ്ങി. കുറേ കൊറിയർ വന്നതുണ്ടായിരുന്നു. അതൊക്കെ ഇത് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം കേട്ടോ. സാരിയാണ് അത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു.
തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഓൾ തന്നെയാണ് എടുത്ത് നോക്കിയത്. പിന്നെ അതാ നിഷാവ് വന്ന് പിന്നെ ഫുൾ ചെടിയുടെ ഒപ്പായിട്ടോ. പക്ഷേ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ചെടിയുടെ ഒപ്പായിരിക്കും. പിന്നെ ഇന്ന് സിമ്പിളായിട്ടുള്ള കൂട്ടാനൊക്കെ ഉണ്ടോ, മുരിങ്ങ താളിപ്പും ചിക്കനും ആണ്. ചിക്കന് കറി വെച്ചത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയിട്ട് റോസ്റ്റ് ചെയ്യാണ്. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് നിതനെ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. ആ ടൈമിലാണ് വീണ്ടും കൊറിയർ വന്നത്. സാരി തന്നെയാണ് കേട്ടോ. ഉമ്മാക്ക് വേണ്ടിയിട്ട് 1-2 സാരി ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നേരെ മാളിക്കുന്ന് കൊണ്ടുപോയി. മാളിക്കുന്ന് ചെന്നപ്പോൾ അതാ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു. അത് കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ കവറിലാക്കാനുള്ള മാങ്ങയൊക്കെ എടുത്താക്കി. രാവിലെ ഒരു ദിവസം നമ്മളെ മുറ്റത്തുനിന്ന് പെറുക്കണ മാങ്ങയാണ് കേട്ടോ. ഈ ഒരു ബക്കറ്റ് ഫുള്ള് ഉണ്ടായിരുന്നു അത്രേ. ഇതേപോലെ ഡെയിലി കിട്ടും, വൈകുന്നേരം രാവിലെയൊക്കെ കിട്ടും. അപ്പോൾ എനിക്കുള്ള ഓരിയാക്കി ഞാൻ തിരിച്ചു പോകുന്നു കേട്ടോ. നിതനോട് ചാറ്റിയും പറഞ്ഞങ്ങാണ്ട്. അനുമോന് മാളിക്കുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പോരണ്ടെന്ന് പറയുന്ന ആള് കൊറിയർ വന്നത് ഓപ്പൺ ചെയ്യാതെയാണ് ഞങ്ങൾ പോന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് കൊണ്ട് ഓൻ തിരിച്ച് പോന്നു. കാരണം കൊറിയർ ഓൻക്കുള്ളവും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സുന്ദരേട്ടൻ്റെ കടയിൽ കയറി കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങിട്ടോ. ഈ വഴി പോരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, സുന്ദരേട്ടൻ്റെ സാൻഡ്വിച്ച് ഇല്ലാതെ ഞാൻ തിരിച്ച് പോയിരുന്നില്ല. അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ സാൻഡ്വിച്ച് നിർത്തിയതെന്ന്. ഇപ്പോൾ അനുമോൻക്ക് ആ പ്രാന്ത് തുടത്തിക്കൊണ്ടോ. അങ്ങനെ സാൻഡ്വിച്ചും ഓൻക്ക് വാങ്ങിക്കൊടുത്തു. ഓൻ വണ്ടിമ്മ തന്നെ അത് കഴിച്ചു. ഞാൻ സാൻഡ്വിച്ച് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു മൂഡില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തറവാട്ടിൽ കുറച്ച് എണ്ണക്കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ സനവും കുട്ടികളൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ ഓൽക്കുള്ളത് അവിടെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളെ മീനിൻ്റെ അടുത്തൊന്ന് വന്ന് നോക്കി. മീൻ ഇപ്പം അത്യാവശ്യം നല്ല വലിപ്പം വെച്ചുകൊണ്ടോ. നമ്മളെ ചെറുവിരലിൻ്റെ വലിപ്പത്തിൽ കൊടുന്നിട്ട മീനാണ്. ഇപ്പം അത്യാവശ്യം നല്ല വലിപ്പം വെച്ചുകൊണ്ടോ. അറുക്കാനൊക്കെ കഴിക്കുന്നു, പക്ഷെ നമ്മൾ അറുക്കൂല. അറുത്താലും നമ്മൾ വളർത്തുന്ന സാധനത്തിനൊന്നും നമ്മൾ കഴിക്കൂലല്ലോ. അന്നത്തെ ദിവസം നിതനെ ആക്കി വന്നിട്ട് പിന്നെ ഞാൻ അത്രയൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസത്താണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അത് ലോങ് വീഡിയോ തന്നെ ആയതുകൊണ്ട് ഈ വീഡിയോ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ മാളിക്കുന്നിൽ തന്നെ വന്നതാണ്. അനുമോ മുട്ടായി ഒക്കെ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. മാളിക്കുന്നിന് എത്ര ശാന്തമായിട്ട് കാണലില്ല കേട്ടോ. എന്ത് പറ്റിയെന്നറിയില്ല. എവിടെയും ആരെയും കാണാനില്ലാത്തൊരവസ്ഥ. ചെറിയ കുറച്ച് പീക്കിരി കുട്ടികൾ ക്ലബിലുണ്ട്, അല്ലാതെ വേറെ ആരെയും കാണാനില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ്. എന്ത് പറ്റി, എവിടെ പോയി എന്നാവോ. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വേണ്ടേ. ഞാനറിയാതെ മാളിക്കുന്നിലൊരു പരിപാടിയോ, അതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഇന്ന് പ്രധാനപ്പെട്ട് വന്നത് സുനീറ വന്നിക്കണു. ഓൾക്ക് 2-3 സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, കൊടുക്കാനും കൂടിയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ മൂത്തമ്മ ഉണ്ട്. അവിടെ കല്യാണത്തിനെ പറ്റിയിട്ടുള്ള ഓരോ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കല്യാണം വരാൻ പോകുന്നുണ്ട് ഫാമിലിയിലെന്നുള്ളത്. അത് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിനെ കാണാനും ഇതിനെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞാനും ഓലെ ആക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ഞാനും ആനയും കൂടിയാണ് കേട്ടോ വന്നത്. നിഷാവ് വന്നിട്ടില്ല. ഇപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു പോകും. സുനീറ വന്നാൽ പിന്നെ ഈ ഒരു വരവ് പതിവാട്ടോ. ഓടി വന്നൊന്ന് കണ്ടിട്ടേലും പോകും. കോട്ടപ്പുറത്തേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി. ഇതിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. പോലെ കണ്ടപ്പോൾ കുറച്ച് നേരം ഓലെടുത്തും പോയി നിന്നു. കളിക്കൂട്ടുകാരാണ്. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റൂലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളും പ്രാരാബ്ദമൊക്കെ ആയപ്പോൾ അതങ്ങോട്ട് മറന്നു കേട്ടോ. പഴയ പോലെ ഇനി നമുക്ക് എന്തായാലും ആവാൻ പറ്റൂല. ഞങ്ങൾ തള്ളാരായില്ല. ഇനി ഉള്ള പോലെ അങ്ങോട്ട് മുന്നോട്ട് പോകാന്നുള്ളൂ കേട്ടോ. തമ്മിൽ കാണാൻ കുറേ ഗ്യാപ്പ് എടുക്കുമെങ്കിലും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ വർത്താനം തീരെയല്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.